നമസ്കാരം. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് താരമായിട്ടുള്ള അഖിൽ കോട്ടാത്തലയും പാലക്കാട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന നമ്മുടെ രമേശ് പിഷാരടിയും തമ്മിലുള്ള വാക്കുപോരുകളാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ അഖിൽ കോട്ടാത്തല എന്ന് പറയുന്ന ഈ ബിഗ് ബോസ് താരം പണ്ട് ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ട് കാണും അല്ലേ. ഇത്ര ഊള പരിപാടികളൊന്നും ഞാൻ കാണില്ല എന്ന് പറഞ്ഞ അവൻ ആ ബിഗ് ബോസിൽ പോയി. പിന്നീട് ഞാൻ മത്സരിക്കുകയാണെങ്കിൽ സ്വതന്ത്രനായിട്ടേ മത്സരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അല്ലാതെ ഞാൻ കോൺഗ്രസ് എനിക്ക് സീറ്റ് തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു പാർട്ടിയിൽ ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് ഈ കോട്ടാത്തലയുടെ തലയ്ക്കകത്ത് ചാണകം കയറി ഇപ്പോൾ അവൻ ചാണകത്തിൽ ചവിട്ടിയിട്ട് അവൻ കാണിച്ചു കൂട്ടുന്ന കോമാളിത്തരങ്ങൾ കേരളത്തിൽ ഒരാളും കാണിക്കത്തില്ല. ഇങ്ങനെ വാക്ക് മാറുന്ന ഒരുത്തൻ, നിലപാടില്ലാത്ത ഒരുത്തൻ, സത്യത്തിൽ ഇവൻ എന്തൊക്കെയോ ആണെന്നൊക്കെ നമ്മളൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ. ഒരു പുല്ലുമല്ല, ഇവനൊരു ആദർശവും ഇല്ല, ഇവൻ ഈ നട്ടലിന്റെ ഭാഗത്ത് വാഴപ്പിണ്ടിയാണെന്നുള്ള നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. കാരണം ഇവനെ ട്രോളുന്ന ട്രോള് കണ്ടാൽ പെറ്റ തള്ള പോലും സഹിക്കത്തില്ല. അമ്മാതിരി ട്രോളാണ് കേരളത്തിലെ ജനങ്ങൾ എടുത്തിട്ട് അങ്ങോട്ട് തൂക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന സമയത്ത് ഇവൻ ഇന്ത്യക്കെതിരെ വളരെ രൂക്ഷമായ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾ നടത്തി. ഇവൻ ഭയങ്കര ഗാന്ധിയൻ എന്നൊക്കെയാണ് പറച്ചില്, പക്ഷെ പ്രവൃത്തിയിലൊന്നും അത് ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ആണും പെണ്ണും കെട്ട ഒരു ശിഖണ്ഡി ജന്മമാണ് ഈ കോട്ടാത്തല എന്ന് പറയുന്നത്, ഈ വേട്ടാവളിയൻ. എന്താണെങ്കിലും ഇപ്പൊ BJP-യുടെ ഭാഗമായി 2020 ചവിട്ടി BJP-യുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ വന്നിട്ട് കാണിക്കുന്ന കോമാളിത്തരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ച് ജനങ്ങൾ തലകുത്തിക്കൊണ്ടിരിക്കുക. എന്തായാലും നമ്മുടെ രമേശ് പിഷാരടി നല്ല രീതിയിൽ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. പല ആളുകളും എടുത്തിട്ട് അങ്ങോട്ട് വലിച്ചു കീറി ഇവനെ ഭിത്തിയിലോട്ട് ഇട്ടിരിക്കുകയാണ്. ഇവരൊരു സിനിമ ചെയ്തായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുള്ളംകൊല്ലി കോട്ടാത്തലയിൽ എന്നാണ് ആ സിനിമയുടെ പേര്. 10 ആള് പോലും ആ സിനിമ തികച്ചു കണ്ടില്ല. സിനിമാ മേഖലയിൽ വലിയ ഒണാണ്ട്രാന്നൊക്കെ പറഞ്ഞാണ് ഇവൻ ഇങ്ങനെ വന്നു നിന്നത്. ജനങ്ങൾക്ക് ചിരിക്കാനായിട്ടുള്ളൊരു വകയായിട്ടുണ്ട് കുറച്ചെങ്കിലും BJP-യുടെ യുവപ്രതിഭകൾ എന്നും പറഞ്ഞ് ഇവർ രംഗത്തിറങ്ങിയ സാധനങ്ങൾ. ഒരു സാധനം നിങ്ങൾക്ക് അറിയാലോ, മുഷിഞ്ഞ വസ്ത്രം മാറ്റിയിട്ട് പുതിയൊരു വസ്ത്രത്തിൽ കയറിയ ഫീല് കിട്ടിയെന്ന് പറഞ്ഞ ഒരു അമ്മായി ഉണ്ടല്ലോ. അമ്മായി ഇലക്ഷൻ നിൽക്കാൻ വേണ്ടി പെരുമ്പാവൂർ പോയി നിന്നിട്ട് ആകെ നാണം കെട്ട് നാറി പണ്ടാരം അടങ്ങി പോയെന്നുള്ള. കാരണം എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അമ്മായിയുടെ പേര് വോട്ട് ലിസ്റ്റില്ല എന്നുള്ള. ഈ അഖിൽ കോട്ടാത്തല നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് ഇല്ലേ, അതൊന്ന് കണ്ടു വെക്കാം. ഇവന്റെ ഈ ആണും പെണ്ണും കെട്ട ആ ഒരു പരിപാടിയില്ലേ, അതൊന്ന് കേട്ടു നോക്കൂ. ഇനിയും പാടി 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 എന്നെ സംഖ്യയാക്കിയേ പറ്റത്തുള്ളൂന്നുണ്ടെങ്കിലും എനിക്ക് സംഖ്യയാവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതെന്താ? എനിക്ക് എപ്പോഴെങ്കിലും മത്സരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോയി സ്വന്തമായിട്ട് മത്സരിച്ചോളാം. എന്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല, തലയ്ക്കുള്ളിലും ഒന്നുമില്ല. ഞാൻ പണ്ടും ഒരു തവണ സ്വന്തമായിട്ട് ജയിക്കും തോക്കും എന്നുള്ളതെന്നല്ല, എനിക്ക് പറയാനുള്ളത് പറയാൻ ഞാൻ മാത്രം മതി. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. ആദ്യം നമുക്കൊരു നിലപാട് വേണം. എന്നിട്ട് നീ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു കരണ? ഇന്ന പാർട്ടിയിലാണെന്ന് നട്ടല് വിളക്കാതെ പറയാൻ കഴിയണം. നട്ടല് വിളക്കാതെ അഭിമാന ബോധത്തോടുകൂടി പറയുന്നു, ഞാൻ ഒരു പാർട്ടിയിലുമില്ല. മെയ് 4-ന് ശേഷം നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് മോദിജിയോട് പറയാം, പിടിച്ച മോദിജി, ഇതാ ഞങ്ങളുടെ തൃക്കാക്കരായിരുന്നു. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. ഇനിയും പാടി 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 എന്നെ സംഖ്യയാക്കിയേ പറ്റത്തുള്ളൂന്നുണ്ടെങ്കിലും എനിക്ക് സംഖ്യയാവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. താൻ ഈ പറയുന്ന ഇടയ്ക്കൊക്കെ റെക്കോർഡ് ചെയ്ത് താങ്കളൊന്ന് കേട്ടു നോക്ക്, നല്ല രസമാണ്. അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ കണ്ടില്ല. ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പം നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിനെടുത്ത ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കാൻ. പല നിലപാടുകളും കോൺഗ്രസിനെതിരെ പറഞ്ഞിട്ടുള്ള എന്നെ കോൺഗ്രസിലെങ്ങാനും മത്സരിപ്പിച്ചാൽ എനിക്ക് സീറ്റ് ഇടുന്ന നേതാക്കന്മാരെല്ലാം കൂടെ പച്ചയ്ക്ക് എത്തി. എനിക്കിത് നേരത്തെ മനസ്സിലായ യാഥാർത്ഥ്യമാണ്. ഇതിനിടയ്ക്ക് കോൺഗ്രസിൽ ഇത് നോമ്പാൻ പോയിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. ഞാൻ തന്നെ വിചാരിച്ചു, എന്തിനാണ് എന്നോട് അടുപ്പമുള്ള നേതാക്കന്മാരെ ഞാനായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്? കള്ളന്മാരാണെന്ന് ഞാൻ മനസ്സിലാക്കിയോണ്ട് ഞാൻ വേണ്ടി പിന്നെ ഏമാര് കള്ളനെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. അഖിൽമാരാർന്ന് പറഞ്ഞ പിക്ചറിൽ ഇല്ലാത്ത ആളാണ്. അഖിൽമാരാർക്ക് ഒരു ഇതുമില്ല. വേറെ ആരെങ്കിലും നിർത്തിയാൽ ഇത്തിരി ഓട്ടെങ്കിലും BJP കിട്ടിയാണ്. ഇനി മരം കയറ്റം തന്നെയാ നല്ലത്. തൽക്കാലം ഇത്രയും മതി. താരമല്ലേ, അല്ലെങ്കിൽ ഒരു സിനിമാ പ്രവർത്തകനല്ലേ, അദ്ദേഹം എത്രത്തോളം രാഷ്ട്രീയ പ്രവർത്തകനാകും എന്നൊരു ചോദ്യം ഉണ്ടാവും. അപ്പൊ അതിനെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? ഉമാ തോമസ് ആരായിരുന്നു എനിക്കറിയത്തില്ല. എന്റെ അറിവില് ഇനി ഇതെല്ലാം മാറ്റി. രാഹുൽ ഗാന്ധി ആരായിരുന്നു? അമ്മ AICC പ്രസിഡന്റ് ആണ് എന്നുള്ളതാണോ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുള്ള മാനദണ്ഡം? ഈ രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനാർത്ഥിയാവാനോ യഥാർത്ഥത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് വോട്ടവകാശമുള്ള ഒരു പൗരനായാൽ മതി എന്നുള്ളതാണ് ഒന്ന്. ഞാൻ എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു BJP സപ്പോർട്ടറാണ്. ഞാൻ ചിലപ്പോൾ ഒരു സംഖ്യ ആവാം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ മണ്ടനാവാം, പക്ഷെ ഞാനിപ്പോൾ കുണ്ട്ര മണ്ഡലത്തിലെ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ്.
അല്ലേ? ഇവിടെ നിൽക്കുന്നില്ലേ, കാറിയിരുന്ന് പുള്ളിക്കാരൻ പറയും, നമ്മളെ ഇതേപോലെ പ്രൂവ് ചെയ്ത് കാണിക്കും, അത്രേ ഉള്ളൂ എന്നും പറഞ്ഞില്ല. എന്റെ അമ്മോ ഒട്ടുക്കട്ട ക്യൂ. രാജാവിനെന്ത് ക്യൂ, വഴിയൊരു കട. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ഞാൻ സ്വയം പരിചയപ്പെടുത്താം. അതിനൊന്നും ഇല്ലേ? അപ്പം ചിപ്സ് ഒന്നും ഇവിടെ വേണ്ട, നീ സ്ഥലം കാലിയാക്കി ഇറങ്ങി. ഫുൾ ടൈം ബിസിയാ, ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് ഓട്ടാന്ന്. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്. 100 ദിവസത്തെ ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആർക്കും എനിക്ക് കൂട്ടിയാൻ തോന്നുന്നു. അഖിൽമാരാര് വരുന്നുണ്ട്, അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വിജയസാധ്യത എത്ര ഉണ്ട്? ഇവരെ കുറിച്ച് പറയുമ്പോ നാട്ടുകാർക്ക് 100 നാവാ. അഖിൽമാരാർക്ക് ഒരു ഇതുമില്ല. അഖിൽമാരാര് ബിഗ് ബോസിലൂടെ ഭയങ്കര ബോസ് ഒക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? വേറെ ആരെങ്കിലും നിർത്തിയാൽ ഇത്തിരി ഓട്ടെങ്കിലും BJP കിട്ടിയ ചേട്ടന് വീട്ടിൽ നിന്ന് ഓട്ടില്ല അഖിൽമാരാർക്ക്. അതൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. ഇല്ലില്ല. ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. ഞാൻ തെളിയിക്കാൻ വന്നത് ഇതല്ല, ഇത് കേട്ട് നോക്കാം. എഴുതി വെച്ചോ. അഖിൽമാരാർക്ക് വെല്ലുവിളിയായിട്ട് ആരാ വരിക? ഈ നാടാകെ അവന് വെല്ലുവിളിയാ. എന്ത് ക്വാളിറ്റി അവനുള്ളൂ, എന്ത് രാഷ്ട്രീയം ഉള്ളത്. വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. അതില്ല, ബിഗ് ബോസിൽ ഏതാണ്ട് കൺസ്യൂമേഴ്സ് കാണിക്കണ്ടായി, അത്രേ ഉള്ളൂ. അബു സാറിന് അയാൾക്ക് വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. ചേട്ടൻ ഓട്ട് കൊടുക്കും? ഞാൻ വോട്ട് ചെയ്യില്ല. സന്തോഷം. അഖിൽമാരെ നേരിട്ട് എന്ന് പറഞ്ഞാലും ചേട്ടൻ ഓട്ട് ഇല്ല, ഞാൻ കൊടുക്കില്ല. ഞാൻ മൂത്തോക്കി പറയും. വെറുതെ കൊടുക്കാവെന്ന് പറഞ്ഞിട്ട് പോലും ഈ എരണം കേട്ട കുന്തത്തിന് ആർക്കും. തൃക്കാക്കര മണ്ഡലത്തില് അഖിൽമാരാർ അറിയില്ല. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധ്യത ഇറക്കി. ജയിക്കും തോന്നുന്നുണ്ടോ? ജയിക്കും. മനസ്സിലാക്കി കളഞ്ഞല്ല. അഖിൽമാരാർ ആരാ? ഏത് തെണ്ടിയത്? നീ വിഷമിക്കണ്ട, എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. ഞാൻ തനിച്ചു പോയി ഒന്ന് വിരട്ടി നോക്കാം. താല്പര്യമില്ല, നിങ്ങളുമായിട്ടൊരു ബന്ധത്തിന് താല്പര്യമില്ല. എനിക്ക് മതിയായി. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേ. ദുരന്തം എന്നല്ലാതെ നമുക്ക് വേറൊന്നും പറയാൻ സാധിക്കത്തില്ല. ഇപ്പൊ ഇവനൊരുത്തനുണ്ട്, പിന്നെ മറ്റൊരുത്തനുണ്ടല്ലോ, റോബിൻ, ഡോക്ടർ റോബിൻ. ഇവൻ കുണ്ടറയിലാണ് കുണ്ടം മത്സരിക്കുന്നത്. ഇവൻ പറഞ്ഞത് 90 ദിവസത്തിനുള്ളിൽ, അതായത് ഞാൻ ജയിച്ചാൽ 90 ദിവസത്തിനുള്ളിൽ സാക്ഷാൽ പ്രധാനമന്ത്രിയെ കുണ്ടറയിൽ കൊണ്ടുവരുന്നു. എന്തൊലത്താനായിട്ട്? 14 വർഷമായിട്ട് ഈ രാജ്യം ഭരിക്കുന്നത് BJP ആണല്ലേ. അന്നും ഇന്നുമൊക്കെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നതും ഈ പറയുന്ന വിശ്വഗുരു തന്നെയാണ്. ഈ വിശ്വഗുരു കേരളത്തിൽ എന്ത് വാഴയാണ് കൊടുത്തതെന്നുള്ളത് ഇവിടുത്തെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരായിട്ടുള്ള നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ നല്ലത്. നമ്മൾ തൃശ്ശൂരിൽ നിന്നൊരു സാധനത്തിന് അങ്ങോട്ട് ജയിപ്പിച്ചു വിട്ടല്ലോ. ഇപ്പൊ സഹമന്ത്രിയാണ്. പെട്രോളിന്റെ കാര്യം ചോദിച്ചാൽ ആശാൻ പറയും പോളണ്ടിന്റെ കാര്യം നിങ്ങൾ എന്നോട് മിണ്ടരുതെന്നാണ് പറയുന്നത്. പത്രക്കാരെ കാണുമ്പോഴത്തേക്ക് ആശാന് പിന്നെ അടിമുടി അങ്ങോട്ടൊരു വിറവിലും ഒരു ചൊറിച്ചിലൊക്കെയാണ്. ഈ ചാണകത്തിൽ ചവിട്ടുന്നതിൻ്റെയൊക്കെ മസ്തിഷ്കം ഇങ്ങനെ ദ്രവിച്ചില്ലാണ്ടായി പോകുമെന്നുള്ളത് അത് എന്തായാലും ഒരു വലിയൊരു സംഭവം തന്നെയാണ്. കാരണം യവൻ ഇതിനകത്ത് വന്ന് ചവിട്ടിക്കോട്ടെ, പിന്നെ വരുന്നതൊക്കെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും മാത്രമാണ്. ഓരോരുത്തരും ഇങ്ങനെ ഇറക്കി വിട്ടോണ്ടിരിക്കുക. പുതിയ 2-3 ചേച്ചിമാർ ഇറങ്ങിയിട്ടുണ്ട്, 2020 കുറെ ചേച്ചിമാർ. അതിൽ 2 ഫീസ് ഊരി വിട്ട് ഇപ്പം വേറെ 2 ഇറങ്ങിയിട്ടുണ്ട്. ഒരു ചേച്ചി വീട്ടിൽ വോട്ട് ചോദിക്കാൻ പോകുന്ന കൂട്ടത്തിൽ ഗ്യാസും കൂടെ കൊണ്ടാണ് പോകുന്നത്. ഏത് ഗ്യാസാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല, നിങ്ങൾ എന്നോട് ചോദിക്കരുത്. അത് ഈ വോട്ട് ചോദിക്കാൻ വന്നിട്ടുള്ള ആളുകളോട് ചോദിക്കണം, ചേച്ചി കൊടുത്തിട്ടുള്ള ഗ്യാസ് ഏതാണ് എന്നുള്ളത്. എന്തായാലും ഈ അഖിൽ കോട്ടാത്തല എന്ന് പറയുന്ന ഇവൻ നെറിവില്ലാത്തവനാണ്. ഇവന് നട്ടല്ലില്ല. ഇവനാണും പെണ്ണും കെട്ടൊരു ശിഖണ്ഡിയാണെന്നുള്ളത് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ മനസ്സിലായി. കാരണം സംഘപരിവാറിനെതിരെ തലങ്ങും ബലങ്ങും ആക്രമിച്ചിട്ടുള്ള ഈ ഒരു കോട്ടാത്തല കോൺഗ്രസ്സുകാർ സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ചാടിപ്പോയത് ഇതിനകത്തോടെ. ഈ സോഷ്യൽ മീഡിയ വല്ലപ്പോഴും ഒന്ന് എടുത്ത് നോക്കുക. നിന്നെ എടുത്തിട്ട് വലിച്ചു കയറി തലങ്ങും വിലങ്ങും ഒട്ടിച്ചുകൊണ്ടിരിക്കുക കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വീഡിയോ നൈസ് അല്ലായിരുന്ന? നിങ്ങൾ ചിരിച്ചില്ലേ? അപ്പോൾ നിങ്ങളുടെ കമൻറ്റും കൂടെ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.